നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് അടച്ചിട്ട വീട്ടിൽ മോഷണം. വെള്ളിപ്പാത്രങ്ങളും നാണയങ്ങളും മോഷണം പോയി. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് RSS നേതാക്കളെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ ലോറികൾ കല്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. തളിക്കുളത്ത് അടച്ചിട്ട വീട്ടിൽ മോഷണം നടന്നു. വെള്ളിപ്പാത്രങ്ങളും നാണയങ്ങളും നഷ്ടപ്പെട്ടു. തളിക്കുളം കലാഞ്ഞിയിൽ ആൾതാമസമില്ലാത്ത 2 വീടുകളിലാണ് മോഷണം നടന്നത്. കുറുപ്പശ്ശേരി പ്രഭാകരൻ, കൊല്ലാറ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. വീടിന്റെ പുറകിലെ വാതിലുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. വീടിനകത്തെ അലമാരകളും മറ്റും തകർത്ത നിലയിലാണ്. ഉണ്ണികൃഷ്ണൻ വിദേശത്തും പ്രഭാകരൻ ഡൽഹിയിലുമാണ്. വലപ്പാട് പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ നിന്ന് വീട്ടമ്മയുടെ മാല മോഷണം പോയി. പൊറത്തിശ്ശേരി കുറുമ്പാടൻ വീട്ടിൽ തങ്കയുടെ 5 പവന്റെ സ്വർണമാലയാണ് തിങ്കളാഴ്ച പുലർച്ചെ 4:30 മോഷണം പോയത്. വീടിന് പുറത്തേക്കിറങ്ങിയ തങ്ക തിരിച്ചെത്തിയപ്പോഴാണ് കിടക്കിക്കടിയിൽ വെച്ച മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗണേശമംഗലത്ത് RSS നേതാക്കളെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. തൃത്തല്ലൂർ ഒസാമുക്ക് സ്വദേശി പണിക്കെട്ടിപ്പറമ്പിൽ ഉദയനെയാണ് വലപ്പാട് CI KT സനിൽകുമാർ, വാടാനപ്പള്ളി SI KS സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ 7ാം പ്രതിയായ ഉദയനെ ഗുരുവായൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 19-ന് ഗണേശമംഗലം ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന RSSന്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും കൊടിമരങ്ങൾ ഒരു സംഘം ആളുകൾ തകർത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് RSS BJP പ്രവർത്തകർ രാത്രിയോടെ വാടാനപ്പള്ളിയിൽ പ്രകടനം നടത്തിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്ന RSS വാടാനപ്പള്ളി മണ്ഡലം കാര്യവാഹക് കരിക്കത്തറ അനിൽകുമാർ, RSS ഏങ്ങണ്ടിയൂർ മണ്ഡലം സേവാ പ്രമുഖ് കൊക്കത്തറ അനിൽകുമാർ എന്നിവരെ 10ഓളം വരുന്ന DYFI CPM പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ RSS കാര്യവാഹക് അനിൽകുമാറിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിന് തൊട്ടുപിന്നാലെ ക്ഷേത്രത്തിന് സമീപത്തുള്ള അനിൽകുമാറിന്റെ വീടിന് നേരെയും സംഘം ആക്രമണം നടത്തി. വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും അക്രമികൾ തകർക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരുവുത്സവം 6ാം ദിവസത്തിലേക്ക് കടന്നു. 6ാം ദിവസം ചിറക്കൽ മഹാദേവനാണ് തിടമ്പേറ്റിയത്. വലത്ത് തിരുവമ്പാടി ശിവസുന്ദറും ഇടത്ത് എറണാകുളം ശിവകുമാറും അകമ്പടിയായി. കേളത്ത് അരവിന്ദാക്ഷമാരാർ, പെരുവനം സതീശൻ മാരാർ, പെരുവനം ശങ്കരനാരായണൻ, വളപ്പായ നന്ദൻ എന്നിവർ മേളത്തിന് നേതൃത്വം നൽകി. ശിവേലി ആസ്വദിക്കുന്നതിനും ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രസാദഊട്ടിൽ പങ്കെടുക്കുന്നതിനുമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. രാവിലെ 8:30 ആരംഭിച്ച ശിവേലി 12 മണിയോടെ സമാപിച്ചു. കൊറ്റംകുളത്ത് വീട്ടിനുള്ളിലെ TV കത്തിനശിച്ചു. കൊറ്റംകുളം വെള്ളൂപ്പറമ്പിൽ ഗീതാ ജയപാലന്റെ വീട്ടിലെ TVയാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവം. സംഭവ സമയത്ത് ഗീതാ ജയപാലന്റെ 12 വയസ്സുള്ള മകൻ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. മുറിക്കകത്ത് വെച്ചിരുന്ന TV ആളിക്കത്തിയതിനെ തുടർന്ന് കട്ടിലിനും തീപിടിച്ചു. തുടർന്ന് അയൽവാസികൾ എത്തി ജനലിലൂടെ വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയായിരുന്നു. TV പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ 39ാം വാർഷിക യോഗവും വ്യാപാര മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും ചൊവ്വാഴ്ച നടക്കും. രാവിലെ 9:15-ന് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ M ജയപ്രകാശ് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. മതിലകം സെന്റ് ജോസഫ് ലത്തീൻ പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേ പിതാവിന്റെ
കൊമ്പ്രേരിയ തിരുനാളിന് മെയ് 1 കൊടികയറും. ബുധനാഴ്ച വൈകിട്ട് 5 കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന തിരുനാൾ ഞായറാഴ്ച സമാപിക്കും. കോട്ടപ്പുറം ഫെറന വികാരി ഫാദർ ജോർജ് പാടശ്ശേരി, ഫാദർ സാജു നെടുപറമ്പിൽ എന്നിവർ തിരുനാൾ കൊടിയേറ്റ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. അന്ന് വൈകിട്ട് കുടുംബ യൂണിറ്റുകളുടെ വാർഷികാഘോഷ പരിപാടികൾ നടക്കും. ശനിയാഴ്ച നടക്കുന്ന തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി നേതൃത്വം നൽകും. തിരുനാൾ ദിവസത്തെ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ നേതൃത്വം നൽകും. ഇനിയൊരു ഇടവേള.